തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ട്. ഇവിടെ നിൽക്കണോ, പുറത്ത് പോകണോ, 5 കൊല്ലത്തേക്ക് ജോലി പുറത്ത് ചെയ്യണോ, അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ ഓർത്ത് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. തീരുമാനം എടുക്കാൻ പറ്റാത്തവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല തീരുമാനം ഇന്ന് കർത്താവ് തരും. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിനെ ആവശ്യിക്കട്ടെ. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയുമായി പിണങ്ങിയിരിക്കുന്നവർ, പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ച് കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മുക്കിടം പോരാ,